ഇവിടുത്തെ മലയാളിക്കടയിൽ നിന്ന് തീ വില കൊടുത്ത് വാങ്ങിക്കുന്ന ചുവന്നുള്ളി ഉപയോഗത്തിലെ പിശുക്ക് മൂലം കരിഞ്ഞുണങ്ങി കിളിർപ്പ് വന്ന് ഒന്നിനും കൊള്ളാണ്ടായി. അത്രയും വില കൊടുത്ത് വാങ്ങി ഇവരെ വെറുതെ കളയാനൊരു മടി. അപ്പോഴാണ് ഇവരെ നട്ട് ഒരു പരീക്ഷണം നടത്തിയാലോ എന്ന ചിന്ത വന്നത്. 4 ലിറ്ററിൻ്റെ ഐസ്ക്രീം പാത്രത്തിന് തുളയിട്ട് കമ്പോസ്റ്റ് നിറച്ചു. പാത്രം ഒന്നിന് 4 ഉണക്ക ഉള്ളികൾ വെച്ച് പാകി നനച്ച് ഗ്രീൻ ഹൗസിൽ വച്ചു. ഈ തണുപ്പിലും തോരാത്ത മഴയിലും ചീഞ്ഞു പോവണ്ടല്ലോ എന്ന് വിചാരിച്ചു. വലിയ പ്രതീക്ഷയില്ലായിരുന്നുവെങ്കിലും ഒരാഴ്ച കൊണ്ട് ഉള്ളിച്ചെടികൾ തഴച്ചു വളർന്നു. 1 മാസത്തിന് ശേഷം വേനൽ കടുത്തപ്പോൾ ആ ചെറിയ ഗ്രീൻ ഹൗസിൽ ചൂട് കൂടി വന്നു. ചൂടിൽ വെന്തു പോകാതിരിക്കാൻ അവരെ പുറത്തേക്ക് മാറ്റി. പുറത്തെ കാലാവസ്ഥ പിടിക്കാഞ്ഞിട്ടോ കാറ്റും മഴയും ഈർപ്പും കൂടിയിട്ടോ എന്നറിയില്ല, ഇലകളെല്ലാം നിലം പറ്റി. അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് പാത്രങ്ങളിൽ അങ്ങിങ്ങായി നാമ്പുകൾ മുകളിലേക്ക് വരുന്നത് ശ്രദ്ധിച്ചത്. ഇലകളെല്ലാം വീണ് കിടന്നപ്പോഴും കരുത്തോടെ ഉയർന്നു വന്നത് ഉള്ളിപ്പൂവിൻ്റെ മൊട്ടുകളായിരുന്നു. അവ വിരിഞ്ഞു തുടങ്ങിയപ്പോൾ ചീരയുടെ കൂടെ അവനെയും മരിഞ്ഞിട്ട് തോരനാക്കാമെന്ന് തീരുമാനമായി. അപ്പോഴാണ് മണ്ണിൻ്റെ അടിയിൽ നിന്ന് തല പൊക്കി കുഞ്ഞനുള്ളികൾ നിൽക്കുന്നത് ശ്രദ്ധിച്ചത്. മണ്ണ് മാന്തി നോക്കുമ്പോൾ അത്യാവശ്യം തെറ്റില്ലാത്ത വലിപ്പത്തിൽ കുഞ്ഞൻ ചുവന്നുള്ളികൾ തിളങ്ങി നിൽക്കുന്നു. ഇനിയും വളരാൻ നിർത്തിയിട്ട് ഈ മഴയത്ത് ചീഞ്ഞു പോയാലോ? അത്യാഗ്രഹം ആപത്തുനിന്നാണല്ലോ. അതുകൊണ്ട് അവരെ പറിച്ചെടുക്കാൻ തീരുമാനിച്ചു. കരിഞ്ഞുണങ്ങിയ ഒരു വിത്തിട്ട സ്ഥാനത്ത് 3 മാസത്തിന് ശേഷം 3-4 കുഞ്ഞുള്ളികൾ. 16 കരിഞ്ഞ ഉള്ളികളിട്ട് വിളവെടുത്ത് തൂക്കി നോക്കിയപ്പോൾ 1/2 കിലോ. ഈ കുടുംബത്തിൽപ്പെട്ട സവോള മാത്രം കൃഷി ചെയ്ത് പരിചയമുള്ള എനിക്ക് ചുവന്നുള്ളി പരീക്ഷണം വമ്പൻ വിജയമായിരുന്നു. മെയ് മാസത്തിൽ കിളിർപ്പ് വന്ന കുഞ്ഞൻ ഉള്ളികൾ നട്ടാൽ 3-ാം മാസത്തിൽ നിങ്ങൾക്കും ഇതുപോലെ വിളവെടുക്കാം. ഇനിയും ഒരു തവണ കൂടി നടാനുള്ള സമയമുണ്ടെന്നാണ് ഗൂഗിൾ അമ്മച്ചി പറയുന്നത്. വിശ്വസിക്കാമെന്നറിയില്ല, എങ്കിലും ഒരിക്കൽ കൂടി പരീക്ഷിക്കാനാണ് എൻ്റെ പ്ലാൻ. 2 മാസം മുമ്പ് നട്ട പച്ചച്ചീരയും കുറച്ച് വെളുത്തുള്ളിയും കൂടി പറിച്ചപ്പോൾ മനസ്സിനൊരു സന്തോഷം. ഞങ്ങളുടെ കൃഷി വിശേഷങ്ങളും യാത്രകളും കാണുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.